ശ്രദ്ധിച്ചേ, ഹീറ്റ് കപ്പാസിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന, ഞാൻ എടുത്തോട്ടെ, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു 100 ml ഓഫ് വാട്ടർ നമുക്ക് ബോയിൽ ചെയ്യണം. അപ്പൊ ഏകദേശം എത്ര ടെമ്പറേച്ചർ വേണ്ടി വരും? 100. ഓക്കെ, ഇപ്പൊ ഞാൻ പറയട്ടെ, 100 ml ഓഫ് വാട്ടർ. ഇപ്പൊ ഒന്ന് ആലോചിക്ക്, 100 ml ഓഫ് വാട്ടർ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് വേണമെന്ന് വിചാരിക്കാം. 100 ml ബോയിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200 ml ആണ് ബോയിൽ ചെയ്യേണ്ടതെങ്കിൽ ഈ ടെമ്പറേച്ചർ തന്നെ മതിയാകുമോ? ഇല്ല, കുറച്ചുകൂടെ വേണം. ഇനി 300 ml ആയിട്ട് പോകുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യും? പിന്നെയും ഇൻക്രീസ് ചെയ്യും. ഈ ടെമ്പറേച്ചർ എന്തായിരിക്കും? അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരും, കൂടുതൽ ടെമ്പറേച്ചർ വേണ്ടി വരും 300 ml വേണമെങ്കിലും. ഇനി ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ 100 ml ഓഫ് ഓയിൽ ആണെന്ന് വിചാരിക്കാം, വാട്ടർ അല്ല. നമ്മൾ വാട്ടറിന് പകരം ഓയിൽ എടുത്തെന്ന് വിചാരിക്കാം, 100 ml ഓഫ് ഓയിൽ എടുത്തെന്ന് വിചാരിക്കാം. 100 ml ഓഫ് ഓയിൽ എടുത്തെന്ന് വിചാരിക്കാം. ആ ഓയിലിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനേക്കാളും എത്ര ടെമ്പറേച്ചർ മതി? കുറവ് മതി, കുറച്ച് കുറവ് മതി, കുറവ് വരും. അപ്പൊ അത്രയും ടെമ്പറേച്ചർ വേണ്ട. ഓക്കെ, അത്രയും ടെമ്പറേച്ചർ വേണ്ട. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ സെയിം എമൗണ്ട് ആണെങ്കിലും ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇനി നോക്കിക്കേ, അതുപോലെ തന്നെ ഇപ്പൊ സെയിം സബ്സ്റ്റൻസ് ആണ്, ഡിഫറെന്റ് എമൗണ്ട് ആണെങ്കിലും എങ്ങനെ തന്നെയാ? ഹീറ്റ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ്, ഇപ്പൊ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എനർജി കൊടുക്കും. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് അല്ല, എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, ലിക്വിഡോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഹീറ്റ്, അതിന്റെ ടെമ്പറേച്ചർ എനിക്ക് ഇൻക്രീസ് ചെയ്യണം. ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ ഹീറ്റ് ഇതിലേക്ക് കൊടുക്കണം. ഇപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ ഇനീഷ്യലി T ആയിരുന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ടെമ്പറേച്ചറിൽ എന്ത് വരിക? ഡിഫറൻസ് ഉണ്ടാവുന്നു, ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അതിനെ നമ്മൾ എന്താ പറയാ? ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ എഴുതിക്കോ, ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, it is the amount of heat capacity, it is the amount of heat. എഴുതിക്കേ, amount of heat required to raise, amount of heat, it is the amount of heat required to raise the temperature of a substance, required to raise the temperature of a substance, by unity. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമ്മൾ ജനറലി പറയുമ്പോൾ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യാന്നേ പറയത്തുള്ളൂ. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ യൂണിറ്റി. യൂണിറ്റി. ഓക്കെ, അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ എന്താ പറഞ്ഞ, നമ്മൾ എന്താ ഡിഫൈൻ ചെയ്ത്? മനസ്സ് തന്നെ പറഞ്ഞ എന്താ ഡിഫൈൻ ചെയ്ത്? required to raise the temperature of a substance by unit. അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി S is equal to amount of heat required to raise the temperature of a substance by unity എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, S equal to ആദ്യം തന്നെ അത് എഴുതിക്കോട്ടെ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഇട്ടിട്ട് ബ്രാക്കറ്റിൽ S എന്ന് എഴുതിക്കോ. ഹീറ്റ് കപ്പാസിറ്റി ബ്രാക്കറ്റിൽ S. നമ്മൾ ഡെഫിനിഷൻ എന്താ പഠിച്ചത്? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒന്നെങ്കിൽ ആ സെന്റൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റും. സെന്റൻസ് എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ്. അപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഡെൽറ്റ ടി. S equal to
ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? ജൂൾ കെൽവിൻ. ടെമ്പറേച്ചർ കെൽവിൻ, ഹീറ്റ് ജൂൾ. അടുത്ത ക്ലാസ്സിലെ നമുക്ക് മാറ്റിയിരുത്താം. അപ്പൊ ഇങ്ങനെ പോട്ടെ. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്ത് ഒന്ന് കുറച്ചേരം ശ്രദ്ധിച്ചിരിക്കണേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോ എന്താ? ഒരു യൂണിറ്റ് മാസ് ഉള്ള, ഒരു പർട്ടിക്കുലർ മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക? റേസ് ചെയ്യുക. അപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തിട്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തിട്ട് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യുക. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? ഒരു യൂണിറ്റ് മാസ് ഉള്ള, അത് മോളാർ സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ ഇതൊക്കെ ഇവിടെ എന്താ പറയുന്നത്? യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ, അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ട്, ആ സബ്സ്റ്റൻസിന് പർട്ടിക്കുലർ മാസ് ഉണ്ട്. ആ മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ എന്ത് കൊടുത്തിട്ട്? എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ എഴുതിക്കുക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് amount of heat required to raise amount of heat required to raise the temperature of unit mass of the substance, temperature of unit mass of the substance through 1 Kelvin. Through 1 Kelvin. ഡിഗ്രി സെൽഷ്യസിലും പറയാം, കെൽവിനിലും പറയാം. ഏതാണ്? കെൽവിനിലും പറയാറുണ്ട്. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞിട്ട് അവനൊരു അനക്കമില്ല. ഇവിടെ ആരും ഒന്നും പറയണില്ല. ഓക്കെ, ഓക്കെ എഴുതിക്കേ. ഇനി അപ്പൊ ഇതിന്റെ ഇക്വേഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C equal to S by M. Okay, S by M. S എന്താ? ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചേ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പൊ 1 by M into ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ ക്യൂ ബൈ M ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ എന്താ? C equal to S by M. എമൗണ്ട് ഓഫ് ഹീറ്റ് നേരത്തെ പറഞ്ഞല്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ സ്പെസിഫിക് യൂണിറ്റ് മാസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്? M by M കൊടുത്തേക്കുന്നത്. ഓക്കെ, S ഹീറ്റ് കപ്പാസിറ്റി തന്നെ, പക്ഷെ ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ M വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. ഹീറ്റ് കപ്പാസിറ്റി എന്താ പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. നേരത്തെ എഴുതുക. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ M ഡെൽറ്റ ടി. ഇവിടെ അത് 1 by M എന്ന് എഴുതി. 1 by M. യൂണിറ്റ് ഒന്ന് എഴുതിക്കുക. യൂണിറ്റ് എങ്ങനെ വരും ഇതിന്റെ? ജൂള്, കിലോഗ്രാം ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, യൂണിറ്റ്.
ഓക്കെ, അടുത്തത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് സ്മോൾ ലെറ്റർ സി കൊടുക്കാം, മറ്റേത് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ പറയാൻ പറ്റും? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വൺ മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യണം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം ബൈ അപ്ലൈയിങ് ഹീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താണോ നമ്മൾ പഠിച്ചത്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്, അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ പഠിച്ചത്? യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. എങ്ങനെ? ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തിട്ട് യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 മോൾ ഓഫ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, 1 മോൾ മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യാം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ എഴുതിക്കോ, ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 1 mole of substance through 1 degree Celsius. ഡിഗ്രി സെൽഷ്യസ് തന്നെ എഴുതിക്കോ, ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇന്ന് മറ്റേതിലും ഡിഗ്രി സെൽഷ്യസ് തന്നെ ആക്കിക്കോ, ഇനി കെൽവിൻ പറഞ്ഞ് ഇനി കൺഫ്യൂഷൻ ആക്കണം. 1 degree Celsius, രണ്ടിലും 1 degree Celsius എന്ന് കൊടുത്താൽ മതി. 1 mole of substance through 1 degree Celsius. എങ്ങനെ? നമ്പർ ഓഫ് മോൾസ് മ്യൂ കൺസിഡർ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി. മറ്റേത് ഇതും സി തന്നെയാണ്, നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി. സി ഇസ് ഈക്വൽ ടു എസ് ബൈ എങ്ങനെ വരും? മറ്റേതിൽ യൂണിറ്റ് മാസ് ആയിരുന്നു, യൂണിറ്റ് മാസ് ആയതുകൊണ്ട് നമ്മൾ എം കൺസിഡർ ചെയ്ത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മോൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ മോളിൽ നമുക്ക് ഒന്നെങ്കിൽ എൻ കൊടുക്കുക അല്ലെങ്കിൽ മ്യൂ കൊടുക്കുക. ഓക്കെ, ഏത് കൊടുത്താലും കുഴപ്പമില്ല, എസ് ഓർ എൻ ഓർ മ്യൂ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 1 by mu delta Q divided by delta T. ഓക്കെ, മ്യൂ എന്ന് എഴുതിയിട്ട് എന്തെന്ന് എഴുതാം? മോൾസ്. വ്യത്യാസമൊന്നുമില്ല, നേരത്തെ മാസ്, ഇപ്പൊ മോൾ ത്രൂ. എന്താണ്? ജൂള് മോൾ. ഓക്കെ, അടുത്തത് കഴിഞ്ഞ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ നേരത്തെ? ചേഞ്ച് ഓഫ് ഫേസ്. ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യാൻ, ഇതൊക്കെ എല്ലാം കെമിസ്ട്രി പഠിച്ചിട്ടില്ല. എന്നാന്ന് അറിയാവുന്ന ഇതിൽ പറഞ്ഞാൽ മതി. എഴുതണം.
ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് എന്താ പറയാ, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, അത് ചേഞ്ച് ചെയ്യത്തില്ലേ? സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും. അത് തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വേഗം വേഗം പറഞ്ഞു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താ മീൻ ചെയ്യുന്നത്? സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ഓക്കെ, അപ്പൊ സോളിഡ് ലിക്വിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇപ്പൊ നോക്കിക്കേ, ഒരു സോളിഡ് സബ്സ്റ്റൻസ്, ഇപ്പൊ ഐസ് ലിക്വിഡ് ആവത്തില്ലേ? അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാൻ വേണ്ടി നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കും. എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ എഫക്റ്റിൽ ആ സോളിഡ് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിന് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ, മെൽറ്റിംഗ് എന്ന് പറയത്തില്ല. ഇപ്പൊ ഐസ് മെൽറ്റ് ആവുന്നു അല്ലെ? അപ്പൊ എന്താ പറയാ, സോളിഡ് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ലിക്വിഡ് ആയി മാറും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? മെൽറ്റിംഗ് എന്ന് പറയും. ആ ഒരു പോയിന്റിന്, അതായത് സോളിഡ് നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായി മാറും? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് മെൽറ്റിംഗ് എന്ന് പറയും. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ പറയും മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പൊ സോളിഡ് ലിക്വിഡ് ആവുന്നത് മെൽറ്റിംഗ്. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് ഫസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് എഴുതാം. എഴുതിക്കോ, മെൽറ്റിംഗ് പോയിന്റ്. The temperature at which മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, the temperature at which solid and liquid coexist in thermal equilibrium with each other is called melting point. Okay, melting point. Okay, melt ചെയ്യും. അപ്പൊ ഐസ് വാട്ടർ ആയിട്ട് മാറും. അതിനെ നമ്മൾ എന്താ പറയാ? മെൽറ്റിംഗ് എന്ന് പറയാം. അത് രണ്ടും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യുന്നു, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. രണ്ട് സ്റ്റേറ്റും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ആ പോയിന്റിനെ നമ്മൾ പറയും മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗും മെൽറ്റിംഗ് പോയിന്റ് ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? പഠിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി പ്രഷറും മെൽറ്റിംഗ് പോയിന്റും തമ്മിലുള്ള റിലേഷൻ NCERT ടെക്സ്റ്റ് ഉണ്ടാ കയ്യില്? ആരുടെയും ഇല്ല? ഉണ്ടാ? അതാരാളാ പറഞ്ഞത്? ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടാണോ? സെക്കൻഡ് പാർട്ട് ഇല്ല അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പ്രഷറും മെൽറ്റിംഗ് പോയിന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, പ്രഷറും മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇത് കണ്ട ഒരു ഐസ് ബ്ലോക്ക്. ഇതൊരു ഐസ് ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഈ ഐസ് ബ്ലോക്കിലേക്ക് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. രണ്ട് സൈഡിൽ നമ്മൾ ഒരു ഐസ് ബ്ലോക്കിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് ത്രെഡ് ഇട്ട് വെച്ചേക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ത്രെഡ് അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. ഇല്ലാതെ എന്ത് ചെയ്യും? പയ്യെ താഴേക്ക് ഇറങ്ങി പോരും അല്ലെ? ഇനി ആ ത്രെഡ് വന്ന പോർഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുമോ? അല്ല, അത് ഫില്ലായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഐസിന്റെ പുറത്തേക്ക് ആ ത്രെഡ്, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ത്രെഡ് വെച്ച് ഐസിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ആ പോർഷൻ അവിടെ കാണാൻ പറ്റുമെങ്കിൽ ഇല്ലല്ല. അപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഐസ് ബ്ലോക്കിന്റെ പുറത്തേക്ക് നമ്മളൊരു ത്രെഡ് ഇട്ട്, അപ്പൊ ആ ത്രെഡ് അവിടെ അതുപോലെ തന്നെ നിൽക്കത്തില്ല. അത് എന്ത് ചെയ്യും? താഴേക്ക് വന്നോണ്ടിരിക്കും. ഓക്കെ, താഴേക്ക് വരുന്തോറും എന്ത് ചെയ്തോണ്ടിരിക്കും? അത് റീഫ്രൈസ് ചെയ്ത ഐസിന്റെ പോർഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും? കൂടി തന്നെ വന്നോണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് പിന്നെ അത് ഫില്ലാവത്തില്ല. അവിടെ ഒരു ഹോളായിട്ട് കിടക്കൂ ആ ത്രെഡ് പോയ ഭാഗം. വലിയൊരു ഐസ് ക്യൂബ് എടുത്തേക്കണേ. അതിൽ നീ ഒരു ചെറിയ ത്രെഡ് കൊണ്ട് ഇട്ട്
ത്രെഡ് കൊണ്ട് ഇട്ട് ആ ത്രെഡ് ഉള്ളിലേക്ക് പോകും തോറും നമ്മൾ ഈ ഫിഗർ നോക്കിക്കേ, കുഞ്ഞ ഐസ് ക്യൂബ് അല്ലേ ഇത്, കണ്ടതേ ഇതിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ത്രെഡ് നമ്മൾ കൊണ്ടിട്ട്, ടീച്ചറെ മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ത്രെഡ് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? താഴേക്ക് പോകും. അപ്പൊ അതെന്താ സംഭവിക്കുക? അപ്പൊ ആ ത്രെഡ് നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ച? പ്രഷർ അവിടെ കൂടി. പ്രഷർ കൂടി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് കുറയും. അതുകൊണ്ടാണ് ആ ത്രെഡ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കും? കുറഞ്ഞോണ്ടിരിക്കും. ആ ഒരു റിലേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ എഴുതിക്കോ, ആസ് പ്രഷർ ഇൻക്രീസസ് melting point decreases. As pressure increases, melting point decreases. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റെഗുലേഷൻ. റെഗുലേഷൻ അല്ല, റെഗുലേഷൻ. ഓക്കെ, റെഗുലേഷൻ എഴുതിക്കോ. റെഗുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ice melting under pressure. Ice melting under pressure and refreezing when the pressure is reduced. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ സോളിഡിനെ ലിക്വിഡ് ആക്കി. ഇനി ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താ? വേപ്പറൈസേഷൻ. അവിടുത്തെ പോയിന്റിന് പറയുന്ന പേരെന്താ? ബോയിലിംഗ് പോയിന്റ് ആണ്.